അളിയോ അളിയന് ഈ ചൂണ്ട കിട്ടുന്നതിനെ കുറിച്ച് വലിയ പിടിപാടില്ലല്ലേ? എടാ ഞാൻ മെഷീന്റെ ആളല്ലേടാ. ഓ മെഷീൻ മെഷീൻ. പക്ഷെ തള്ളുമ്പോ ഇങ്ങനത്തെ തള്ളൊന്നും അല്ലല്ലോ. നീ കെട്ടിയാ? കെട്ടി കെട്ടി. നീ ഇതും കൂടെ കെട്ടി തരുമോ? ആണോ ഉണ്ടോടോ എനിക്ക്? പിടി കുരുങ്ങല്ലേ, കുരുങ്ങിയ എന്റെ കൈ കുരുങ്ങല്ലേന്ന്. കെട്ടിക്കോ. എന്തല്ലേ കാണിച്ചു വെച്ചേക്കണേ? നീ അങ്ങ് സെറ്റ് ചെയ്യടാ കുട്ടാ. തന്നെ നിങ്ങൾ ചൂണ്ടിടാൻ പോണോ? ആ മക്കളെ ചൂണ്ടിടാൻ പോവാണ്. എത്ര നാളുകൊണ്ട് ഞാൻ അളിയന്റെ അടുത്ത് പറയുന്നു, ഇപ്പഴാണോ ബോധം വെച്ചേ? അളിയാ നല്ല മീനുകളെ പിടിച്ചിട്ടെ നമുക്ക് ഫ്രൈ അടിക്കാം. അത് നല്ല കാര്യ. ഞാൻ അമ്മൂമ്മ അടുത്ത് പോയി പറയട്ടെ. എന്താ ഫ്രൈ കാര്യമാണോ? അതല്ല, നമ്മള് 3 പേരും കൂടെ ചൂണ്ടിടാൻ പോകുന്ന കാര്യം. ഏത് 3 പേര്? നമ്മള് 3 പേര്. അയ്യോ ഞങ്ങള് 2 പേര് ചൂണ്ടിടാൻ പോവും. എന്റെ പൊന്നുമകൾ ഇവിടെ ഇരിക്കും. പ്ലീസ് ചേട്ടാ, ഞാനും കൂടെ വരട്ടെ. ബാറൂസേ അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുക. ഇനി അവിടെ വന്ന് എന്തെങ്കിലും പറ്റിയിട്ട് നാളെ സ്കൂളിൽ പോകാണ്ടിരിക്കാനുള്ള അടവല്ലേ, നീ വരണ്ട. അളിയാ പ്ലീസ്, അളിയാ പ്ലീസ്. നടക്കൂലെന്ന് പറഞ്ഞാൽ നടക്കൂല. പ്ലീസ് പ്ലീസ് എന്നെ കൊണ്ടോ പ്ലീസ്. ചേട്ടാ എന്തടി ഇവിടെ ഞാൻ ബോറടിച്ചു ചത്തു. എന്നാലേ പുസ്തകം എടുത്ത് വെച്ചായിരുന്നു പഠിക്കണം. എത്ര നേരം പഠിക്കുന്നേ? ബാറൂസേ തല കേറുന്ന വരെ ഇരുന്ന് പഠിക്കടാ. പറ്റത്തില്ല, നിങ്ങളോട് ഞാനും വരും. അളിയനും കൂടെ ചൂണ്ടിടാൻ പോവാ തന്നെ അമ്മൂമ്മ. അമ്മൂമ്മ നോക്കിക്കോ, ഇന്ന് കുറഞ്ഞത് ഒരു 5 എണ്ണം ഞങ്ങൾ പിടിക്കും. ഇല്ലെങ്കിൽ അളിയന്റെ സൈസുള്ള ഒരു വലിയൊരെണ്ണം പിടിക്കും ഞങ്ങള്. അത്രക്ക് വേണോടാ? ഓക്കെ മുമ്മ, ബോറടി മാറാനേ ചൂണ്ടിടുന്നത് ബെസ്റ്റാ. എങ്കിൽ പിന്നെ ഞാനും കൂടെ പോവാം. അപ്പൊ എന്റെ ബോറടിയും കൂടെ മാറും. അല്ലേ അമ്മൂമ്മേ? അല്ലേ അമ്മൂമ്മേ, അങ്ങോട്ട് പോണ്ട, അവിടെ വെള്ളം കയറി കിടക്കണം. ஆமா, ஆத்துல கொஞ்சம் தண்ணி கம்மியானதுக்கு அப்புறம் நீ போலாம். இப்ப போக வேண்டாம். അളിയോ സെറ്റായി, എന്നാ പിന്നെ പോയാലേ? അപ്പൊ പോയിട്ട് വരാവേ. അമ്മൂമ്മ ഞാനും കൂടെ ഒന്ന് പോയിക്കോട്ടെ. പറയുന്നത് അങ്ങ് കേട്ടേച്ചാ മതി. അമ്മ ഫോൺ അടിക്കുന്നു. അതാ സവിതയാ, ആൾക്കാരുടെ കുറ്റം പറയാൻ വേണ്ടി വിളിക്കുക. ആൾക്കാരെ തമ്മി തല്ലിക്കുന്നത് അവിടെ ജോലി. അത് എപ്പിടി അമ്മ? അതോ നമ്മളോട് വന്നിട്ട് പറയും, ആ ജാനകി ഉണ്ടല്ലോ ഭവാനിയമ്മയെ കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന്. അതൊക്കെ പറയുമ്പോ നമുക്ക് ദേഷ്യം വരുവേ. നമ്മൾ ചോദിക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരു കാര്യമേ ജാനകി പറഞ്ഞിട്ടില്ല. തിരിച്ച് ജാനകിയോട് ചെന്ന് അതുപോലെ പറയും, ഭവാനിയമ്മേ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന്. അതാ അവിടെ ജോലി. എന്നെല്ലാം വിധത്തിലെ ആളുകള് ഇതൊക്കെ ചെയ്യുമ്പോ അവർക്കൊരു മനസുഖം. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ തമ്മിൽ വഴക്കാവൂ. പിന്നില്ലേ, അവരെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിക്കാം, അവരങ്ങോട്ട് ചെല്ലും. സത്യാവസ്ഥ അറിയാ ആരും നിക്കൂല. അടുക്കള പണിയില്ലേ? പിന്നെന്താ നോയിക്കൊണ്ടിരിക്കുന്നേ? ചെന്നിട്ടങ്ങോട്ട്. ഞാൻ പോണ്. വരുന്നില്ലേ? വാ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അളിയാ ഈ മീൻ പിടിക്കുമ്പോഴേ നമുക്ക് വേണ്ട എന്താന്ന് നിനക്കറിയാവോ? ചൂണ്ട. എടാ ചൂണ്ട വേണം. നമുക്ക് വേണ്ട എന്താന്നറിയാവോ? ക്ഷമ. അതെ അതെ അതെ. ഈ പുലി എരയെ പിടിക്കാൻ നിൽക്കുമ്പോ പുലി കാണിക്കുന്ന ഒരു ക്ഷമയില്ലേ, ആ ക്ഷമ നമുക്ക് വേണം. അതെ അതെ. എന്നിട്ട് മീൻ വന്ന് കുരുങ്ങുമല്ലോ, അപ്പൊ നമ്മൾ തൂക്കരുത്. അതെ അതെ. ആ മീൻ അടുത്ത് വന്നിട്ടൊരു വെപ്രാളം കാണിക്കും, ആ സമയത്ത് അങ്ങ് തൂക്കിയേക്കണം. അതെ അതെ അതെ. നീ കൊറേ നേരമല്ലോ അതെ 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 പറഞ്ഞോണ്ടിരിക്കാൻ. എന്തോ അതെ അതെ അല്ലാതെ പിന്നെ നമ്മൾ ഈ പരിപാടി കുറെ കൊല്ലങ്ങളായിട്ട് തുടങ്ങിയാണ്. അപ്പോഴാണ് പിന്നെ നമ്മൾ പഠിപ്പിക്കാൻ പറഞ്ഞത്. പിന്നെ ജനിച്ച് വീണപ്പോ നീ ചൂണ്ടായിട്ടൊക്കെ വന്നതല്ലേ? അതെ, ജനിച്ചു വീണപ്പോ ചൂണ്ടായിട്ട് തന്നെ വന്നത്.
കൊത്തുണ്ടാളിയാ? എടാ അനങ്ങുന്നുണ്ട്. മീൻ കിട്ടിയോ കേശോട്ടാ? ഇല്ല മക്കളെ, കൊത്തുണ്ട്. കിട്ടും അല്ലേളയോ? കിട്ടേണ്ടതാണ്. കിട്ടി 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 കിട്ടി. തിരിച്ചുവിടാ പിടികളിയാ അങ്ങോട്ട് തരാനായിട്ട്. എടാ പാറു, നീ എന്താ ഇവിടെ? നീ എങ്ങനെ വന്നേ? നീ എങ്ങനെ ഇവിടെ വന്ന്? ഞാൻ ഒറ്റയ്ക്ക് നടന്നു വന്ന്. ഒറ്റയ്ക്ക് നടന്നു വന്ന്. ആരോട് വെച്ചിട്ട്? ആരോടും ചോദിച്ചിട്ടല്ലേ, ഞാൻ ഒറ്റയ്ക്ക് നടന്നു വന്ന്. പാറൂസേ, നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഒറ്റയ്ക്ക് പുറത്തോട്ട് ഇറങ്ങരുതെന്ന്. നിങ്ങള് മീൻ പിടിച്ച ഞാനിവിടെ നിന്നോളാം. നീ അങ്ങ് നിന്ന് വീട്ടിൽ കയറി പൊടി. ചേട്ടാ പ്ലീസ്, ഞാൻ ഇത്ര നേരം ഇവിടെ നിന്നോട്ട്. മൊത്തം കാട്, മഴ പെയ്ത് കിടക്കണ്, പാമ്പും പാറയിലുള്ള എല്ലാ സാധനം കാണും. നീ മര്യാദക്ക് വീട്ടിൽ പോയാ പാറുവേ. പാറൂസേ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അടി പിടിപൊടി. കൊച്ചിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലേ. നിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് എടുത്തോളാം, കേട്ടേ. പാവല്ലേ? പാവം. എന്തേ? മീൻ കിട്ടണമെങ്കിലേ ഐശ്വര്യം വേണം. ഐശ്വര്യം. ആറിന്റെ ഐശ്വര്യം വരുന്നല്ലേ? അല്ല, എന്താ ഐശ്വര്യം? തേങ്ങ പിടി പിടി. ആ, ഇതിനെ എടുക്ക്. തിരിച്ചു വെള്ളത്തിടുന്ന പുറത്തെടുക്ക്. പുറത്തെടുക്കാന്